ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടി ബത്തേരി ടൗൺ. വൺ വേ റോഡിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ദേശീയപാതയിലൂടെയാണ് ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. കൂടാതെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള ടൗണിലെ മണിക്കൂറുകൾ നീളുന്ന പാർക്കിംഗും ടൗണിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുമെന്ന് INTUC ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഗാന്ധി ജംഗ്ഷനിലെ കൽവട്ടുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് വൺ വേ ഒഴിവാക്കി ദേശീയപാതയിലൂടെ തന്നെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതാണ് ടൗണിനെ ഗതാഗതക്കുരുക്കിൽ അമർത്തുന്നത്. മധ്യവേനൽ അവധി കൂടിയായതിനാൽ സഞ്ചാരികളുടെ ഒഴുക്കും കൂടിയായതോടെ ഗതാഗതക്കുരുക്ക് നികത്താൻ സുൽത്താൻ ബത്തേരി ടൗൺ വീർപ്പുമുട്ടുകയാണ്. സുൽത്താൻ ബത്തേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വണ്ടി ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2 മാസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധി ജംഗ്ഷനിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് തുടങ്ങിയത്. ഇപ്പോൾ ഇത് 5 മാസം കഴിഞ്ഞ് ഇതുവരായിട്ട് അവിടെ ഒരു പണി നടക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇതിനെ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ PWDയിലേക്ക് ഓഫീസിലേക്ക് മാർച്ചും അടക്കമുള്ള പരിപാടിക്ക് INTUC നേതൃത്വം നൽകും. അസംഷൻ ജംഗ്ഷൻ മുതൽ ചുങ്കം വരെയുള്ള 800 മീറ്റർ ദൂരം താണ്ടണമെങ്കിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും എടുക്കണം. ഗതാഗതക്കുരുക്ക് കാരണം മിക്ക സമയങ്ങളിലും ആംബുലൻസ് അടക്കം പെട്ടുപോകാറുമുണ്ട്. കൂടാതെ ചെറിയ ഓട്ടങ്ങളോടി നിത്യവൃത്തിക്ക് ജോലി ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഗതാഗതക്കുരുക്ക് ഏറെ ബാധിക്കുന്നുണ്ട്. ടൗണിലെ മണിക്കൂറുകൾ നീളുന്ന അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഗാന്ധി ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതുവരെ ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങി തിരികെ പോകുന്നതിലും ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും യാത്രക്കാരെ കയറ്റുന്നതിലും കൃത്യമായ മാനദണ്ഡം പാലിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് അഭിപ്രായം ഉയരുന്നത്. എത്രയും പെട്ടെന്ന് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നാണ് INTUC ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.